ഇന്നലെ രാത്രിയിൽ മുഴുവനും ഞങ്ങൾ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക്? അമ്മ വല്ലാണ്ട് പേടിച്ചല്ലേ? വാ പറയട്ടെ. എവിടെയായിരുന്നു നീ? നമ്മുടെ കാടിനകത്തെ ഒരു റിസോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ വരെ ഒന്ന് പോയി. അതിനകത്ത് റേഞ്ചും ഇല്ല. തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴേക്കും മൂടൽ മഞ്ഞ് വീണു ഒന്നും കാണാനും പറ്റിയില്ല. പിന്നെ റിസ്ക് എടുത്ത് എന്തെങ്കിലും പറ്റിയാലേ അമ്മ എന്താ ചോദിക്കുക? അങ്ങനെ വഴി മൂടിയെങ്കിൽ നിനക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേന്നല്ലേ? ആ ചോദ്യം ശരിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. കൃത്യമായിട്ടൊരു ഉത്തരം കരുതിയിട്ടേ നീ വരൂന്ന് എനിക്കറിയായിരുന്നു. എന്നാലും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? പെട്ടുപോയത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഗാഥയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഗാഥ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനെന്താ? കാടിനകത്ത് പെട്ടുപോയപ്പോ ഞങ്ങൾ കുറെ ദൂരം നടന്നു. ഭാഗ്യത്തിന് അവിടെ ഒരു ചെറിയ വീട് കണ്ടായിരുന്നു. അവര് കിടക്കാനൊരിടവും ഭക്ഷണമൊക്കെ തന്നു. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആരെങ്കിലും കൂടെ കൊണ്ടുപോയിക്കൂടെ? അതെങ്ങനെയാ? എല്ലാം തനിച്ച് ചെയ്യണ്ടേ? നോക്ക്, ഇനി ഇങ്ങനത്തെ കറക്കമൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഗാഥയും വിളിച്ചോണ്ട്. അല്ല, ആചാരപ്രകാരം വേറെ എന്തൊക്കെ കൂടെ ഉണ്ടല്ലോ. കല്യാണം കഴിയുന്നവരെ ചെക്കനും പെണ്ണും തമ്മിൽ കണ്ടുകൂടാ. പിന്നെ പയ്യൻ പെണ്ണിന്റെ വീട്ടിൽ പൊയ്ക്കൂടാ. പെണ്ണ് ചെക്കന്റെ വീട്ടിൽ വരാൻ പാടില്ല. അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെങ്കിലേ വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് അതിന്റെ മറുപടി തരായിരുന്നു. വെറുതെ മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കേണ്ട. നീ ചെന്ന് കുളിക്കാൻ നോക്ക്, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താ മുത്തശ്ശി, ഞാൻ ജീവനോടെ വന്നിട്ടും ജീവനില്ലാതെ വന്ന പോലെയാണല്ലോ മുത്തശ്ശിയുടെ റിയാക്ഷൻ. ബി കൂൾ, എന്റെ സുന്ദരി മുത്തശ്ശിയല്ലേ? നീ കേട്ടോ നന്ദ? അറിയാതെയാണെങ്കിലും അവന്റെ നാവിന്ന് വന്നത് മരണത്തെക്കുറിച്ചാ. വിലക്കണം. അവരൊന്നിച്ചുള്ള യാത്ര വിലക്കിയേ പറ്റൂ. അത് അപകട. പെട്ടെന്ന് പറയുമ്പോ അവൻ ചിലപ്പോൾ ഉൾക്കൊള്ളില്ല. ഞാൻ പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. പേടിയൊഴിഞ്ഞ നേരമില്ല. പ്രാർത്ഥന പോലും മുടങ്ങുന്നു. മരണത്തിന്റെ ശബ്ദം എവിടെയോ കേൾക്കുന്ന പോലെ.